ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ഹർ ആർട്ട് ടീൽസ്. സോ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആക്ച്വലി ഇത് ഭയങ്കര സിമ്പിളാണ്. ഇറ്റ്സ് സോ ഈസി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബൊക്കെ ചെയ്യാമെന്ന് വെച്ചാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ബട്ട് എന്തോ ബൊക്കെ കൊള്ളായിരുന്നു, ബട്ട് ഭയങ്കര പോയതുപോലെ എനിക്ക് തോന്നി. ഞാൻ ചെറുത് തന്നെയാണ് ഉദ്ദേശിച്ചത്, ബട്ട് എന്തോ ഭയങ്കര കുഞ്ഞായി എനിക്ക് തോന്നി. സോ അത് മാറ്റി ആ ബൊക്കെ ഒരു ഗ്രീറ്റിംഗ് കാർഡിൽ ഇങ്ങനെ വെച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ മെസ്സേജൊക്കെ എഴുതി നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റ്, ആ ഒരു രീതിക്ക് ആണ് അവസാനം ഇതായി വന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. സോ റോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര സൈസാണോ വേണ്ടത് ആ സൈസിൽ നിങ്ങൾ ഒരു പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടിത് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് പിടിക്കാൻ വേണ്ടി ആ ഒരു സ്റ്റെം രൂപത്തിൽ കിട്ടാൻ വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു നീളത്തിൽ ഇങ്ങനെ ആക്കി വെക്കുക. എന്നിട്ട് ഈ പേപ്പർ എടുത്ത് ബാക്കിലോട്ട് ഇച്ചിരി ഫോൾഡ് ചെയ്ത് എന്നിട്ട് റോൾ ചെയ്യാം. എന്നിട്ട് ഇച്ചിരി കൂടി ഫോൾഡ് ചെയ്ത് റോൾ ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളിത് ഈ പ്രോസസ്സ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ കുറേ മുന്നേ ക്വില്ലിംഗ് ടൂളൊക്കെ വെച്ച് ആ പേപ്പറൊക്കെ വെച്ചാണ് ചെയ്തത്, ഈ റോസ് ചെയ്തത്. ബട്ട് ആ ടൂളില്ലാതെ ഫ്രീ ഹാൻഡായി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റോസ് ട്രൈ ചെയ്യുന്നത്. സോ ആദ്യമൊക്കെ ഇച്ചിരി പാടായിരിക്കും, ബട്ട് ഡോണ്ട് വറി, അത് ചെയ്ത് വരുമ്പം ശീലമായിക്കോളും. പിന്നെ നിങ്ങളിങ്ങനെ ഫുൾ കംപ്ലീറ്റ് റൗണ്ട് ചെയ്തതിന് ശേഷം അറ്റത്ത് ഫെവിക്കോൾ ഇട്ട് സ്റ്റിക്ക് ചെയ്യാം. പിന്നെ ഇത് ഒട്ടാൻ വലിയ സമയമൊന്നും എടുക്കില്ല, ബിക്കോസ് നോർമൽ പേപ്പറല്ലേ, പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിക്ക് ആയിക്കോളും. ഞാൻ പിന്നെ അതുപോലെ അറൗണ്ട് 5 to 6 റോസസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എല്ലാം സെയിം കളറാണ് ചെയ്തത്, ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം. ഐ തിങ്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് പിങ്ക് തീം ആയതുകൊണ്ട് ഞാൻ പിങ്ക് റോസാണ് ചെയ്തത്. സോ ഈ ഫ്ലവേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പേപ്പർ എടുത്ത് ഈ കോൺ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലവേഴ്സ് ടോപ്പിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വേസ്റ്റ് പേപ്പർ എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ട് ഞാൻ ഫ്ലവേഴ്സൊക്കെ അതിൽ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഇതും ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, ബട്ട് അത് ചെയ്തപ്പം ഭയങ്കര പ്ലെയിൻ ആയി തോന്നിയത് കൊണ്ട് ബോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ പേപ്പർ കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം. ഡിഫറെൻറ്റ് കളേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് പിങ്കിന് തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഞാനിവിടെ ജസ്റ്റ് പിങ്ക് തീമാണ്, ബട്ട് സിംഗിൾ കളർ യൂസ് ചെയ്തതിൻ്റെ റീസൺ എൻ്റെ അടുത്ത് വേറെ പേപ്പർ ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഈ ഒരു പിങ്ക് പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിംഗിൾ കളർ വെച്ച് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു വാട്ടർ കളർ പേപ്പറോ അല്ലെങ്കിൽ തിക്ക് ഷീറ്റ് എടുത്തിട്ട് ഒരു വൈറ്റ് ഷീറ്റ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അതിൽ വരച്ചു കൊടുക്കുക. ഞാനിതിൽ ഹാർട്ടാണ് വരച്ചു കൊടുത്തത്. എന്നിട്ട് ഉള്ളിൽ ഒരു കോട്ട് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട് നിങ്ങൾക്ക് എഴുതാം, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. സോ ഞാൻ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. മീൻസ് ഇറ്റ്സ് റിലേറ്റഡ് ടു ഫ്ലവർ, സോ അങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ബൈ.